അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഇതൊക്കെ പാട്ടിലുണ്ട്. ഇവിടെ ദോശയും ചമ്മന്തി മാത്രമുള്ളൂ. അതെങ്ങനെയാ? ഈ ദോശ ചുടണം, അത് തിരിച്ചിടണം, മറച്ചിടണം, അങ്ങേരെ പിടിച്ച് തിരിച്ചു കിടത്തണം, ഞാൻ തിരിഞ്ഞു കിടക്കണം. ഞാനിത് കേറി അവിടെ പോകുന്നു. ഒരു കെട്ടിയോനുണ്ട്, ഒരു കുടം വെള്ളത്തിന് പോയേക്കുക. ഇനി മൂക്കറ്റം വെള്ളത്തിലായിരിക്കും വരിക. എനിക്ക് വയ്യ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനത്തിടും മുന്നേ കരിങ്കാരൻ കോര പറിച്ചാട്ടെ തക തക താത്തിനന്തക തൈതാര തകതിനന്തക തൈതാര താത്തിനന്ത. നിങ്ങൾ കടന്ന് തുള്ളാതെ വെള്ളം എടുക്ക്. വെള്ളം എന്തിയേ? ഞാൻ വെള്ളം എടുത്തോണ്ട് ഓടി വന്നപ്പോ തുളുമ്പി പോയതാ. നിങ്ങൾ എന്തിനാ ഓടാൻ നിന്നത്? അത് ഞാൻ വെള്ളം അവിടെ പൈപ്പിൽ പിടിച്ചോണ്ട് നിന്നപ്പോ അപ്പുറത്തെ ഹോട്ടലിൽ മയക്കുമരുന്ന് റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വന്നു. പോലീസുകാരെ കണ്ടപ്പോ ഞാൻ ഓടി കളഞ്ഞു. അതാ ചോദിച്ചത്, പോലീസിനെ കണ്ടപ്പോ എന്തിനാ ഓടിയെന്ന്. ഞാൻ ലഹരിക്കെതിരെ ഓടിയതാ. നിങ്ങൾ ഓടുകയാണെങ്കിൽ ലഹരിക്കെതിരെ ആയിരിക്കില്ല, ലഹരിക്ക് വേണ്ടി ഓടിയതായിരിക്കും. അല്ലടി, ഞാൻ ലഹരിക്കെതിരെ തന്നെ ഓടിയത്. അതെ. അപ്പൊ കഴിഞ്ഞ ആഴ്ച സൂമോ ഓടിയത് ലഹരിക്കെതിരെ ആയിരുന്നു? അല്ല, അത് ലഹരിക്കെതിരെ അല്ല, അത് അവിടെ ഭർത്താവ് ഹരിക്കെതിരെയാ ഓടിയത്. എന്തിന്? ആട്ടോക്കാരൻ സുരേന്ദ്രനോടൊപ്പം ഓടിച്ചോടിയത്. അതെ, ആ ചമ്മന്തി ഒന്നറിയോ? എന്താ? ആ ചമ്മന്തി ഒന്ന് അരക്കോന്ന്? തെറ്റ്. അരച്ചു വെച്ച സാധനമാണ് ചമ്മന്തി. പിന്നെ ആ ചമ്മന്തി എടുത്ത് അരക്കേണ്ട കാര്യം എന്തുവാ? അരച്ച ചന്ദനം മണ്ണക്കും കുങ്കുമം അഴുക്ക നെറ്റിയിലെ. അഴുക്ക നെറ്റിയിലല്ല, അഴക് നെറ്റിയിലെ. എന്റെ നെറ്റിയല്ലയോ? അഴുക്കയായിരിക്കും. എന്റെ വായെന്ന് വല്ലതും കേൾക്കും കേട്ടോ. ഞാൻ മാത്രം ഉണ്ട് രാവിലെ കഷ്ടപ്പെടാൻ. നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനാ പറഞ്ഞ. നിങ്ങൾ എന്തുവാ കാണിച്ചേ? നീ പറഞ്ഞില്ല എന്തെങ്കിലും ചെയ്യാൻ, അതുകൊണ്ടാണ് അങ്ങനെ. അറിയാവുന്നത് വല്ലതും ചെയ്യാനാ ഞാൻ പറഞ്ഞ. 10 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നില്ല. ഇപ്പൊ എന്താ കുഞ്ഞിക്കാല് കാണണം, അത്രയല്ല ഉള്ളു. കണ്ട, കാടക്കോഴിയുടെ കാലാണ് കുഞ്ഞിക്കാല. കണ്ടോ? നിങ്ങളെ കൊണ്ട് അതൊക്കെ നടക്കൂ. കാടക്കോഴി പിന്നെ നടക്കാതിരുന്ന് നിരങ്ങും. എനിക്ക് എരങ്ങോന്നും എനിക്ക് ഒന്നും കേക്കണ്ട. 2 മാസം മുമ്പ് എന്റെ ഒരു മോതിരം പണയം വെച്ചിരുന്ന എല്ലാം ഉള്ളതെല്ലാം കൊണ്ടുവിറ്റു. എനിക്കതൊന്നും എടുത്തതാ. പോയി എന്റെ അരഞ്ഞാണം വരെ കൊണ്ടുവിറ്റ്. എവിടെ അരഞ്ഞാണം കാണണം? അരഞ്ഞാണം കാണാനുള്ളതാണ്. നീ നാട്ടുകാരെ കൂടെ കാണിക്കാൻ. ഞാൻ അതല്ല, നരച്ച കറുത്ത ചരടില്ലയോ, അതിനകത്ത് വവ്വാലി അപ്പി കണക്ക് ഒരു കെണ്ട. അതാ എവിടെ അരഞ്ഞാണം. എനിക്ക് ആ കെണ്ടെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് എന്തോ കെണ്ടയിരിക്കുന്നു. നിങ്ങൾ സത്യം പറ, നിങ്ങൾ എന്റെ ഭർത്താവ് തന്നെയാണ്? ഞാനൊരു ഭാര്യയല്ലേ? എന്തെങ്കിലും ഒരു തരി പൊന്ന്, ഒരു പൊന്നിന്റെ പൊട്ട് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്? പൊന്നിന്റെ പൊട്ടോ? നീ ആരടി? കാവിലമ്മയാ? ഞാൻ കാവിലമ്മയാ. എന്റെ നാട്ടുകാരെ നിങ്ങൾ കേൾക്കണം. ഈ തട്ടുകടയിൽ 10 കൊല്ലായിട്ട് എന്നെ പ്രതിഷ്ഠിച്ചിരിക്കുക. ഞാൻ ഈ ലോകം കണ്ടിട്ടില്ല, അറിയോ? ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോയിട്ടില്ല. അങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് ഡിപ്രഷൻ അടിച്ച്. അത് ശരി. അപ്പൊ ഞാൻ അറിയാതെ വില കൂടിയ സാധനമൊക്കെ എടുത്ത് അടിക്കുന്നുണ്ട്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷാദ രോഗം വന്നിരുന്നു. അതിന് നിന്നെ ആശുപത്രി കൊണ്ട് കാണിച്ചില്ലേ? അമ്മ, ആശുപത്രി കേസൊന്നും പറയണ്ട. അങ്ങനെ എന്നെ ആശുപത്രി കൊണ്ടായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഭാര്യയല്ലേ, വീട്ടിലിങ്ങനെ ഇരുത്തരുത്, പുറത്തൊക്കെ ഒന്ന് പോയി ഒരു ചേഞ്ച് ഒക്കെ കൊടുക്കണോന്ന്. പുറത്തോട്ട് കൊണ്ടുപോയി. പുറത്ത് കൊണ്ടുപോയിട്ട് എന്നെ 100 രൂപയുടെ ചേഞ്ച് എന്റെ കയ്യിൽ വെച്ചെന്നത് പറയാം. ഇത്ര മതിയോ അതോ 200 രൂപയുടെ ചേഞ്ചിന് എടുക്കട്ടെ എന്ന്. ഇതുപോലെ മണ്ടകുണാപ്പനെയാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത്. ഞാൻ ഇതുവരെ ഒരു ലോകം കണ്ടിട്ടില്ല, അറിയോ തിരിച്ചേട്ടാ? കല്യാണം കഴിഞ്ഞതിന് ശേഷം എവളെ ഭാരതപ്പുഴ കൊണ്ട് ഒഴുക്കാൻ കൊണ്ടുപോയി. ഭാരതപ്പുഴയിൽ ഒഴുക്കാനാ? അല്ല, ഒഴുകുന്ന ഭാരതപ്പുഴയെ കൊണ്ടുപോയി. നിന്നെ ഭാരതപ്പുഴ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. ഭാരതപ്പുഴ കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോ എന്തുവാ, കുളിക്കണം. അവിടെ ഇത്തിപ്പൂരം വെള്ളം, കാല് തന്നെയാണ് ഇത്തിപ്പൂരം വെള്ളം. അതിനകത്ത് എങ്ങനെ കുളിക്കും? ഞാൻ ചരിച്ചിങ്ങനെ കിടത്തി, എന്നിട്ട് ഞാൻ വെള്ളം തേവി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ കരയുന്നുണ്ട്. ആരടാ ഭാരതപ്പുഴയെ പോത്തിനെ കുളിപ്പിക്കുന്നത്? അയ്യോ, സ്വന്തം ഭാര്യ പോത്താണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ പറയാനുള്ള ഒരു വീമ്പത്തരം. നിങ്ങളെ ഞാൻ സമ്മതിച്ചു മനുഷ്യ, സമ്മതിച്ച്. വേറെ എങ്ങോ കൊണ്ടുപോയിട്ടില്ല? വേറെ എങ്ങോ കൊണ്ടുപോയി. നിങ്ങളെ കൊണ്ടുപോയി. ചേച്ചി കേൾക്കണം, ആ വേലിക്കപ്പുറത്തേക്ക് കേക്കണം. ബീച്ച് കാണാം, എടി കടല് കാണാം, ബീച്ച് വാന്ന് പറഞ്ഞോടി. പൊന്നു ചേച്ചിമാരെ, എനിക്ക് കടല് പേടിയാ. അയ്യോ, കായലി കക്ക മുങ്ങി തപ്പി വാരിക്കൊണ്ടിരുന്ന കടല് പേടിയാണ്. ലോജിക്ക്
ഒരു ദിവസം ഞാനും കക്ക വരാൻ പോയി അവിടെ കൂടെ കാല് തന്നെ കായലിൽ വീണു പോയെന്ന്. എന്നിട്ട് ഈ പേങ്ങത്തി എന്നെ രക്ഷപ്പെടുത്തിയില്ല. ഞാൻ ഈ ഐസ് ക്യൂബ് മധ്യത്തിനകത്ത് കിടന്ന് മുങ്ങി പൊങ്ങുമല്ലോ, അതുപോലെ പൊങ്ങുന്നു ഇവിടെ രക്ഷപ്പെടുത്തി. എന്റെ പൊന്നെ നട്ടാ കുരുക്കാത്തോണ. അങ്ങനെ നിങ്ങളുടെ കൈ പൊങ്ങി വന്നപ്പോ നിങ്ങളുടെ കയ്യേല് ഞാൻ പിടിച്ചു വലിച്ചില്ലടോ. എന്നിട്ട് വിരലെ കിടന്ന് മോതിരം ഊരിക്കൊണ്ടങ്ങ് എന്നിട്ട് കക്ക വരാമെന്ന പെണ്ണുങ്ങൾ എന്നെ തൂക്കിയെടുത്ത് കരയെ കൊണ്ട് കിടത്തി ഒരു ഫ്രഞ്ച് പീസ് പഠിച്ചിട്ടാ പോയെ. അത് ഫ്രഞ്ച് കിസ് അല്ല, അതാണ് കൃത്രിമ ശ്വാസം. അല്ല, അതിനുശേഷം ഒരു ഉമ്മ എനിക്ക് അവര് വിചാരിച്ചു കാണൂടോ കക്കയുടെ തന്തയെന്ന്. ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക്. എന്നാ ഇത് മാന്ത അങ്ങോട്ട് ചൊറിഞ്ഞാടി എവിടെ? ഓ അങ്ങനെ ഒരു പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ഉമ്മ കിട്ടുമെന്നും പറഞ്ഞ് 3 പ്രാവശ്യമാണ് കടലിലെടുത്ത് ചാടിയത്. കുറച്ചില് മാറിയാ? അയ്യോ അങ്ങനെ ഒന്നും പറയണ്ട. അങ്ങനെ ഈ മണൽ വാരുന്ന ആണുങ്ങളുണ്ടല്ലോ, അവര് വന്നങ്ങനെ മുങ്ങി തപ്പിയെടുത്ത് ഫ്രഞ്ച് കിസ് അടിച്ച് അവിടെ കിടത്തി. അതേ പിന്നെയാണ് ഇങ്ങേര് അവിടെ ചാട്ടം നിർത്തിയത്. മടുത്തെനിക്ക്. ചാട്ടമല്ല, നിങ്ങളുടെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്ത്. എനിക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാ മതി. ഈശ്വര, എത്ര ചെറുപ്പത്തിൽ എന്നെ കെട്ടിച്ചു വിട്ടെന്നറിയോ ഇയാളുടെ കൂടെ. എനിക്ക് മടുത്തു, എനിക്ക് മടുത്തു. ജീവ, ഞാൻ ഇറങ്ങി വരട്ടെ. നിങ്ങളിത് കാണുക, അധികാരം നിലയ്ക്കുന്ന ശബ്ദം നിങ്ങൾ കാണുക. വിമല ജീവന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ പോകുന്നു. വിമല ഗോൾ അടിക്കുമോ അതോ ജീവൻ ഗാലറിക്ക് പുറത്തു പോകുമോ? നിങ്ങൾ കാണുക, ഇത് ഘടികാരം നിലയ്ക്കുന്ന സമയം. നിർത്തണോ? അങ്ങേർക്കൊന്ന് ആലോചിക്കാനുള്ള സമയം കൊടുക്കും. ഞാൻ പെട്ടെന്നല്ലേ വന്ന് അറ്റാക്ക് ചെയ്തത്. പറ ജീവ, നിങ്ങളുടെയാണ് തീരുമാനം. മോനെ, നീ അബദ്ധത്തിൽ പോലും അക്ഷി എന്ന് പറഞ്ഞ് തുമ്മരുത്. തുമ്മിയാൽ യെസ് എന്നായിരിക്കും കേൾക്കുന്ന. പാടി താഴെ വന്നിട്ട് മുകളിൽ വരുന്ന സമയം കൊണ്ട് നിന്റെ തോളെ കയറിയിരിക്കുക. ജീവ, നാട്ടുകാർ പലതും പറയും. പറ ജീവ, എന്റെ ജീവിതം ഇനി ജീവയുടെ കയ്യില. ഒരു തീരുമാനം പറ. എനിക്ക് പേടി, എനിക്കൊരു ഭാര്യയുണ്ട്. ആണ്ടേ, അത് കൊള്ളാം. അപ്പൊ അഴകുള്ള ചക്കയിൽ ചുളയില്ല. ഇത്രേ ഉള്ളു. ആടി മക്കളെ. ഞാൻ വന്നോളാം. അയ്യോ, എന്റെ ദോശ കരിഞ്ഞേ. മോനെ പാവോ, ഒന്ന് വരട്ടിയാ നിന്ന് കരയും. ആര്? ഞാൻ. എന്നാ അവിടെ നിന്ന് കരയണ്ട, ഇങ്ങോട്ട് വാ. ദോശ കരിയും. ഞാൻ വെള്ളത്തിന് പോയിട്ട് വരാം. ഈ സമയം കൊണ്ട് നിങ്ങൾ ദോശച്ചട്ടിയെ കയറി കിടക്കരുത്. ദോശ കസേരയിലും ഇരിക്കരുത്. ഞാൻ വെള്ളത്തിന് പോയിട്ട് വരാം. നിന്നാണ്. അയ്യോ, ഇനി എന്റെ തല പൊട്ടിത്തെറിക്കാൻ. നമ്മുടെ അന്നമാണ്. കയ്യെട് മനുഷ്യ, കയ്യെട്. വേദന കാരണം എടുക്കാൻ മറന്നുപോയി. നന്നായി. ഇറച്ചി പോലെ വെന്തല്ലോ. എന്നാ പഴംപൊരി കൂട്ടി അടി.